ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സോയാബീൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് സോയാബീൻ ഇത് നിങ്ങൾക്ക് വീഡിയോ കാണിക്കാനായിട്ട് എടുത്ത ഇതായതാ. ഒരു ചെറിയ പാക്കറ്റ് സോയാബീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സോയാബീൻ വരട്ടിയിട്ട് ഒരു നോർത്ത് സൈഡിൽ ഒരു ഇതായിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം. ഉപ്പ് കൂടിയായിട്ട് ഉപ്പും കൂടിയായിട്ട് തിളപ്പിച്ചത്. ഇത് നമ്മൾ ഇത് പൊതുന്ന് വരുമ്പോൾ ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ അതിന് രസം ഉണ്ടാവും. അപ്പോൾ തിളച്ച വെള്ളം വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി പൊതുത്ത് വെക്കുക. നല്ലോണം ഇത് ഇതാവുമല്ലോ, അത് പൊതിർന്ന് നല്ല പൊന്തി വരും. ഉപ്പും വെള്ളമാണ്, തിളപ്പിച്ച വെള്ളമാണ്. നല്ലോണം ഒന്ന് കുതിരട്ടെ. അതുവരെ നമുക്ക് ഇതിന് വേണ്ടുന്ന ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു ചോള വെളുത്തുള്ളി വലിയ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ഉരുളക്ക് കുറച്ച് ചെറിയൊരു പാക്കറ്റ് സോയാബീൻ ആയതുകൊണ്ടാണ് ഒരു 3 കുഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇത് എല്ലാം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോല് നമുക്കിങ്ങനെ എടുക്കാം. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 ഉള്ളി, കുറച്ച് കരിയാമ്പില, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ബാക്കി നമുക്ക് എല്ലാം വീഡിയോ കാണിക്കാം. ഇത് നമ്മളെല്ലാം തോലിങ്ങനെ നല്ല പുഴുങ്ങി വെച്ചത് ആദ്യമേ തോലിങ്ങനെ എടുത്ത് കളയാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഒരു നോർത്ത് സ്റ്റൈല് കുക്കിംഗ് ആണ്. നമുക്ക് റൊട്ടിക്കായാലും ചോറിനായാലും ഒരു നല്ല വരട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുക. അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇത് കറിയല്ല, ഇതൊരു വരട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. തോല് വിടാൻ വലിയ ബുദ്ധിമുട്ടാന്നല്ല. തോല് വരുന്നില്ല വേഗം. ചെറിയ ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ ചെറുത് വാങ്ങിയെന്ന് വെച്ചാൽ വേറൊരു ഐറ്റംസ് കാണിക്കാൻ കുറച്ച് 1/2 കിലോ ചെറിയ ഉരുളക്കിഴങ്ങ് വാങ്ങിയിരുന്നു. ആലു ടിക്ക എന്ന് പറയും. അത് ഞാൻ കാണിക്കാമല്ല. ഓരോ ദിവസം എടുക്കാം. ആലു ടിക്ക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ചെറിയ ഉരുളക്കിഴങ്ങ വേണ്ടേ. അതുകൊണ്ട് ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങാണ് വാങ്ങിയിട്ട് വെച്ചത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് സോയാബീൻ്റെ ഒരു ഐറ്റംസ് കാണിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു വീഡിയോ. ഇതെല്ലാം ഒന്ന് 3 ക്ലീനാക്കി വെക്കാം. അല്ല, ഞാനിങ്ങനെ ഇത് അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. മിക്സിയിലിട്ടിട്ടല്ല, അരച്ചിട്ട് ചെയ്താൽ മിക്സിയിലാകുമ്പോൾ കൂടുതൽ അങ്ങ് ഇതായി പോവും. അപ്പോൾ ഇതിൽ നമുക്ക് അമ്മിയുമെന്ന് അരച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റായി ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ. ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. അല്ലാണ്ടെല്ലാം ഇത് കയറ്റി വെക്കാം. ഉരുളക്കിഴങ്ങെല്ലാം തോല് പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അരക്കുക വേണ്ടത്. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി ഒരു 2 ഉള്ളി എടുത്ത് ഇതെല്ലാം കട്ടാക്കി വെച്ച്, ഒരു വലിയ ചോള വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ മസാലകൾ ജാതിപത്രി, സ്റ്റാർ, പിന്നെ ഒരു ഏലക്കായ്, കറാമ്പട്ട, പിന്നെ ഗ്രാമ്പ്, ഒരു 6 കുഞ്ഞ് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. നല്ല ഇതായിട്ടുള്ള ചെറുത്ത് നോക്കിയിട്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന മസാലകൾ ഇതെല്ലാം ഒന്ന് നമുക്ക് അരച്ചിട്ട് അമ്മിയിൽ നിന്ന് എടുക്കാം. അത് നമുക്ക് അരക്കുന്ന നോക്കാം. നല്ല വൃത്തിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഉള്ളി തന്നെ ഒന്ന് ചതുക്കിയെടുക്കാം. ഇത് അധികം അരക്കാൻ പാടില്ല, ഒന്ന് കുറച്ച് ഒരു ഇതാവുകയും.
ഇതിൽ ലെവലിലാണ് നമ്മൾ ഉള്ളി അരച്ചെടുക്കേണ്ട. കൂടുതലും അരക്കണ്ട, ഒരു ഇതായിട്ട് ഉള്ളി. അപ്പോൾ അതെടുത്ത് മാറ്റി നമുക്ക് ഒരു പ്ലേറ്റിൽ വെക്കാം. വെളുത്തുള്ളിയാണ് ഇതിൻ്റെ മെയിൻ. വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി, നല്ല മണം ഉണ്ടാവും. ഇതൊന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ച്, ഇഞ്ചി വെളുത്തുള്ളി. ഗ്രാമ്പിൻ്റെ ഓരോ സ്റ്റാർ, ജാതിപത്രി, ഇത് അങ്ങനെ ഇങ്ങനെയുള്ള മസാലകളെല്ലാം ഒന്ന് ചതുക്കിയെടുക്കുക. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് കുരുമുളക്, ഒരു സ്പൂണല്ല, ഒരു ചെറിയ മറ്റേ ഈ ചെറിയൊരു സ്പൂണിൽ എടുക്കുക. കുരുമുളക് ഇതെല്ലാം ഒന്ന് പൊടിയട്ടണം. ഇതൊന്ന് നല്ലോണം അരയണം. മസാലകളെല്ലാം നല്ല അരച്ച് എടുത്ത് ഇനി നമുക്ക് ഇതിനകത്ത് കസ്കസ് എന്ന് പറയൂ, ഇതിന് മലയാളത്തിൽ കസ്കസ്. അതൊരു ചെറിയ 2 വെള്ളമല്ല, ഇത് കസ്കസ് എന്ന് പറയും. അത് ഇതാ നമുക്ക് അങ്ങോട്ടുള്ള അങ്ങനെയുള്ള അറിവാന്നല്ലോ. അപ്പോൾ എനിക്ക് മലയാളത്തിലും എനിക്കറിയില്ല. കസ്കസ് എന്ന് പറയും ഹിന്ദിയിലെ കൊണ്ട്. അതിൻ്റെ അത് ഒന്ന് അരച്ച് ഇതാക്കുക. അങ്ങനെ കസ്കസ് നല്ലോണം അരച്ച്. അപ്പോൾ ഞാൻ ഭർത്താവോട് പറഞ്ഞ് നിങ്ങളിത് മലയാളത്തിൽ എന്താന്ന് മൊബൈലിൽ അടിച്ചു നോക്കുന്നു. അന്നേരം ഹിന്ദിയിൽ എന്നാ ഇനി പറയാം. ഞാൻ പറഞ്ഞ് കസ്കസ് എന്നാ പറയാ. അപ്പോൾ മലയാളത്തിൽ കുസ്കസ് എന്നായിരിക്കും പറയാന്ന് പറഞ്ഞു. കുസ്കസ് അറിയില്ല, തമാശ പറയുന്നതെന്ന് അറിയില്ല. അടിച്ചു നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. നോക്കണം, നമുക്കൊന്നുമില്ല. ഇതെല്ലാം നാട്ടിൽ നേരൊന്നും അറിയില്ലല്ലോ. നോർത്ത് പോയാലല്ലേ അറിയുന്നത്. നാട്ടിലെന്തോ ഒരു തേങ്ങാക്കറി അരച്ചത്, തേങ്ങ അരച്ച കറിയും, ഒരു സാമ്പാർ, നമ്മളെല്ലാം കുട്ടിക്കാലം കഴിച്ച സാമ്പാർ, അല്ലെ പുളിമുളക് ഇട്ടത്, അല്ലേ രസം, അങ്ങനെയാണല്ലോ നമ്മൾ. അത്രയും അറിയും. നോർത്ത് പോയാലല്ല പലതും പഠിച്ചത്. നോർത്തിലാക്ക് പിന്നെ നാട്ടിലാളെ പോലെ പാര പറഞ്ഞ് നടക്കാനല്ലല്ലോ. അവർക്ക് അവരത് ഓരോ കാര്യങ്ങളും പ്രാർത്ഥനയും കാര്യവും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളും മറ്റുള്ള കാര്യത്തിന് അവരധികം തലയിടലില്ല. ഇതൊരു ചെറിയ ജീരകം കുറച്ച്. ഇതിൽ മണിക്കടലക്ക, നമ്മളെ മണിയല്ല നിലക്കടലക്ക ഒരു 2-3 എണ്ണം ഉണ്ട്, അതും അരക്കാം. പിന്നെ നമ്മളെ പൊട്ട് കടലില്ലേ, അത് വേണമെങ്കിൽ അതും ഒരു 2-3 എണ്ണം ഇടാം. അതില്ല, അതുകൊണ്ട് നല്ല ജീരകം അധികം അരക്കണ്ട, ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. അത് നല്ല ചതുക്കി. ഇനി നമുക്ക് ഒരു സ്പൂണ്, ഒരു ചെറിയ ഒരു ഇതിൽ വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ള എള്ളാന്ന് ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം അരച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതെല്ലാം ഈ ഉള്ളിയിൽ അരച്ച് അതിൻ്റെ മേലെ നല്ല ഇത് നോക്കാം. പിന്നെ മസാലകളെല്ലാം റെഡിയായി. ഇനി ബാക്കിയുള്ള മസാലയെ നമുക്ക് ചേർക്കുന്ന കാണിക്കാം. നല്ല മസാലകൾ
ചിക്കൻ മസാലപ്പൊടി, ഇങ്ങനെയുള്ളൊരു ചെറിയ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടാട്ടെ. ചീനച്ചട്ടി ചൂടായി കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കണം. എണ്ണ കുറച്ച് ഇട്ട് കൊടുത്ത് ചൂടാട്ടെ. ഇതിന് മെയിനായിട്ട് കുറച്ച് വെളുത്തുള്ളി കുറച്ച് നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ഇതിൻ്റെ മെയിനായിട്ട് നോർത്തിൽ ഇവർ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കൂടുതൽ കറിയിൽ ഉൾപ്പെടുത്തും. അതൊരു വേറെ തന്നെ ഒരു നല്ലൊരു ഇതാണ്. പിന്നെ അവർ ഈ കടുവെണ്ണയിലും അല്ലാന്ന് അവർ ഉപയോഗിക്കുക. നമ്മൾ പിന്നെ നല്ല എണ്ണയിൽ പിന്നെ ഇതിൽ അവർ ജീരകം ഇടുക. പക്ഷേ ഞാൻ ജീരകം ഇടുന്നില്ല, കടുവാണ് ഇടുന്നത്. ഇത് നല്ല ടേസ്റ്റാണിത്. ഒരു സ്പൂണ് കടുവ. നമുക്ക് 2 തേജപ്പത്താണ് അത് കൊടുക്കാം. ഗ്രാമിൻ്റെ ഇല രണ്ടും എല്ലാം കൊടുക്കാം. എന്നിട്ടാണ് ഇത് മെയിനായിട്ട് ഈ മസാല അരച്ച് വെച്ചതും ഇതിൻ്റെ കൂടെ മസാല എല്ലാം ഇട്ട് എല്ലാം ഒന്നിച്ച് ഒറ്റയടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആ നിമിഷം തന്നെ ഇത് അടച്ച് അവിടെ വെച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നല്ല സ്മെല്ലാണ്, അത് പുറത്ത് പോകാൻ പാടില്ല. ഒരു 2 മിനിറ്റ് ഇത് അടച്ചിട്ട് ഇത് എടുത്തിട്ടേ ഇനി ഇളക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇട്ടപാട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, അത് പുറത്ത് പോകാൻ പാടില്ല. അപ്പോൾ ഇതിങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഉപയോഗിക്കുന്നില്ല, കൂടുതൽ എണ്ണ ഉപയോഗിക്കാത്ത നല്ല നമ്മളുള്ള കുറച്ച് എണ്ണയിൽ മാത്രം നോക്കുന്നു. അടിക്ക് പിടിക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഇതൊന്ന് വാടുമ്പോൾ എണ്ണ അത്ര തന്നെ എണ്ണ ഇതാവും പുറത്തേക്ക്. നല്ല മണമുണ്ട് ഇത്. ഇങ്ങനെ ഇതാക്കുമ്പോൾ ആ മണമൊന്നും പുറത്ത് പോകാണ്ടിരിക്കുമ്പോൾ നല്ലൊരു ആ മണം കേട്ടാൽ തന്നെ കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാണ് ഇത്. ഇതേപോലെ തന്നെ വെക്കണം. അരച്ചിട്ട് അമ്മി വന്ന് അരച്ചിട്ട് തന്നെ വെച്ചാൽ നല്ല രസമാണ്. മിക്സിയിൽ ഒന്നുള്ളൂ. അതൊന്ന് ചെറുങ്ങനെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് അത് മസാലയൊന്ന് കളറെല്ലാം പച്ച ഇതെല്ലാം മാറി വരുന്നവരെ ഇത് മുറിക്കാം.
പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എണ്ണയെല്ലാം നല്ലോണം ഇത് ആയി വന്നിട്ടുണ്ട്. കളറെല്ലാം മാറി നല്ല പച്ചക്കായെല്ലാം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. നല്ല നിറെല്ലാം മാറി തക്കാളിയെല്ലാം ഒന്ന് അടിഞ്ഞ് വന്ന് തക്കാളിയെല്ലാം അടിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയെല്ലാം നല്ല കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാം. ഉരുളക്കിഴങ്ങിടാം. ഉരുളക്കിഴങ്ങ് കരിയാമ്പിലെല്ലാം ഉണ്ട്, അതും ഇടാം. സോയാബീൻ കഴുകി വെച്ചതുണ്ട്. കഴുകിയെല്ലാം നല്ല ക്ലീനാക്കി വെച്ച് സോയാബീൻ ഇടുക. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം ഇട്ടിട്ട് അപ്പോൾ അരച്ച വെള്ളം മാത്രം ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഒരു വെള്ളം ഇടുന്നില്ല. നമ്മൾ അരച്ചിട്ട് അതിൻ്റെ വെള്ളം, കഴുകിയ വെള്ളം മാത്രം. ഇത് വരട്ടിയിട്ടാണല്ലോ, സ്വയം വരട്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് മതി. ചപ്പാത്തിക്ക്, ദോശക്കാണെങ്കിലും ചോറിനായാലും ഒന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. മല്ലിച്ചപ്പിലൊന്ന് കൊടുക്കും. ഇനി ഇത് നല്ലോണം വെന്തോട്ടെ. തുറന്ന് നോക്കാം. വെള്ളമെല്ലാം നല്ല വറ്റി. വെള്ളം വേറെ ആയിട്ടിട്ടില്ല, ഇത് അരച്ചതിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ. നല്ല അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടി, തക്കാളിക്ക് അങ്ങനെ പുതിയല്ലാലും നല്ലൊരു 2 ടീസ്പൂണ് തൈര് വെച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ തൈര്. തൈരിട്ടതല്ല, അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കും. അടച്ച് വെച്ച് കൊടുക്കണം. നല്ല അതുമെല്ലാമായിട്ട് നല്ലൊന്ന് നമുക്കിത് എടുത്ത് നോക്കാം. വെള്ളമെല്ലാം നല്ല വരട്ട് നല്ല ഇതായി. വെള്ളമെല്ലാം വറ്റി വറ്റിയിട്ടുണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം നല്ല കണക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കളയാം. ഗ്യാസ് ഓഫാക്കി നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രം
കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ. മല്ലിച്ചപ്പ് ഇഷ്ടമുള്ള ആൾ ഇട്ടാൽ മതി, അല്ലാത്ത ആൾ ഇടണമെന്നില്ല. ഇങ്ങനെ നമ്മൾ സോയാബീൻ വരട്ടിയത് ഉണ്ടാക്കി. നല്ല ഒരു ടേസ്റ്റാണ്. ചപ്പാത്തിക്കെല്ലാം ഏറ്റവും നല്ലതാണ്. ചപ്പാത്തിക്ക് വേണമെങ്കിൽ അത് കുറച്ച് വെള്ളം പോലെ വേണമെങ്കിൽ വെള്ളം പോലെയും വെക്കാം, അല്ലാണ്ട് ഇങ്ങനെ വരട്ടിയിട്ട് ഇനി ഇതാറുമ്പോൾ എന്നും അത് വരണ്ട് വരും. നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു ചെറിയൊരു പാക്കറ്റ് മേടിച്ചാൽ സോയാബീൻ കറിയായി, ഒരു ചപ്പാത്തിക്ക് ഒരു കറിയായി. ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. എരിവ് നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ടാൽ മതി. ചിലയാൾക്ക് എരിവ് കുറവാണെങ്കിൽ എരിവ് കുറവ് ഇട്ടാൽ മതി, നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച്. എന്നാൽ ഇതൊരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ട ആൾക്കാർ കമൻറ്റ് ഇടുക. പുതിയ ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ അടുത്ത വീഡിയോ കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.